ഭീകരജീവിയാണ്. അതായത് അപ്പൻ അല്ലെങ്കിൽ പപ്പ, ഡാഡി എന്നൊക്കെ പറയാം. അമ്മ സ്നേഹത്തിന് നിറവിടമാകുമ്പോൾ അച്ഛൻ അങ്ങനെയാകുന്നത് എന്ത്? ഇതൊക്കെ പണ്ട്. ഇന്ന് അപ്പന്റെ തോളിലാണ് മക്കൾ, അല്ലേ? അച്ഛൻ എന്ന നാമത്തിന് പോലും അർത്ഥങ്ങൾ നാനാർത്ഥങ്ങളായും മാനങ്ങൾ അപമാനങ്ങളും ആയി മാറി വരുന്ന കാലഘട്ടമാണെന്ന്. എന്നാൽ പണ്ട് അപ്പച്ചൻ എന്നത് ഭീകരജീവിയായിരുന്നു. കുറെ പേരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം സ്നേഹം, ബഹുമാനവും ഭയവുമായിരുന്നു. ആ പേരിലെ വിശുദ്ധന്റെ പേര് പോലും ഞാൻ അപ്പച്ചൻ എന്ന് കൂട്ടിയാണ് പറഞ്ഞിരുന്നത്. എൻ്റെ വളർച്ചയുടെ പടവുകളിൽ അത് വഴക്കുകളും ശിക്ഷണങ്ങളും ശരീരത്തിൽ പാടുകളും വേദനകളും ആയി മാറി. ആ ഭയം പതുക്കെ പതുക്കെ വെറുപ്പിലേക്കെത്തി. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് അതെല്ലാം മാറി. ആ പ്രായത്തിൽ എത്തിയപ്പോൾ ഞാനും തിരിച്ചറിഞ്ഞു, അത് അനുഭവിച്ചറിയാനായി. സ്നേഹത്തിൻ്റെ നോവും നനവുമായിരുന്നു ആ ശിക്ഷണവും, ആ വേദനകളും, ആ ഭയവും എന്നൊക്കെ ആ വെറുപ്പും. ആ കാലത്തേക്ക് ഒരു യാത്രയാണ് ഇന്ന് ഞാൻ. തോട്ടേക്കാട് തോമസിനൊപ്പം, അതായത് എൻ്റെ അപ്പച്ചനൊപ്പം. നിങ്ങളിൽ ചിലരെങ്കിലും ഞാൻ വന്ന വഴിയെ നടന്നിട്ടുള്ളവരാകാം, സഞ്ചരിച്ചിട്ടുള്ളവരാകാം. ഇല്ലെങ്കിൽ പഴയ തലമുറയുടെ ഒരു നേർച്ഛേദമായി നിങ്ങൾ കരുതണേ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോക്കറ്റിൽ പേന കുത്തി മുതിർന്നവരുടെ മുന്നിൽ ചെല്ലുന്നത് പോലും അഹന്തയും അഹങ്കാരവും അവമതിയുമായി കണ്ടിരുന്ന ലോകത്തായിരുന്നു അപ്പച്ചൻ ജീവിച്ചിരുന്നത്. അമ്മച്ചി ഒരിക്കൽ പറഞ്ഞു, അപ്പച്ചന്റെ ഇളയനിയൻ പേനയും കുത്തി അപ്പൂപ്പന്റെ അടുത്ത് വന്നപ്പോൾ അത് അപ്പൂപ്പന് ഇഷ്ടായില്ല. അപ്പൂപ്പൻ ഉടനെ ആ പേന വലിച്ചെടുത്തിട്ട് കല്ലിൽ വെച്ച് അമ്മയ്ക്കല്ല് വെച്ച് അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞു. അത് എഴുതാനുള്ളതാണെങ്കിലും അത് ചിന്തിക്കുന്നത് എന്താണ്? അഹങ്കാരവും അവമതിയുടേതാണെന്നാണ്. അതായത് മുതിർന്നവന്റെ മുമ്പിൽ വരുമ്പോൾ ബഹുമാനമില്ലാന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മുതിർന്നവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മുണ്ടൊക്കെ കുത്തഴിച്ചിടും, അല്ലേ? റെസ്പെക്ട് ചെയ്യും, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കും. ഇന്ന് അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ തന്നെ ചെയ്യും. ഭാര്യയും മക്കളും തൻ്റെ മുമ്പിൽ ഇരുത്താനോ സംസാരിക്കാനോ അന്നത്തെ സമൂഹം അംഗീകരിക്കാത്ത കാലഘട്ടമായിരുന്നു. കാരണം ഒരു പുരുഷന്റെ മുമ്പിൽ, അതായത് ഒരു പിതാവിന്റെ മുമ്പിൽ, ഒരു ചേട്ടന്റെ മുമ്പിൽ ഇരിക്കാനോ അതുപോലെ സംസാരിക്കാനോ പറ്റില്ല. പക്ഷെ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിലോ അത് തർക്കുത്തരമായി മാറുകയാണ്. കാര്യം ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമായി പറയുമ്പോൾ തർക്കുത്തരം, അങ്ങനെ പറയാൻ പാടില്ല. അവർ പലപ്പോഴും നമ്മളെ നേരെ നോക്കിയായിരിക്കില്ല പറയുന്നത്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ കടയിൽ പോകാൻ പാടില്ല എന്ന ചിന്താഗതിയായിരുന്നു അപ്പച്ചനും. ചുറ്റുപാടുകളിലായിരുന്നു അപ്പച്ചനും, അതായത് അതുപോലുള്ള ചുറ്റുപാടുകളിലായിരുന്നു അപ്പച്ചനും. അനുസരണം ബലിയേക്കാൾ വലുതെന്നും എല്ലാ പ്രമാണങ്ങളെ പോലെ തന്നെ 4-ാം പ്രമാണവും കർശനമായി പാലിച്ചിരുന്ന മക്കളാണ് അന്നുണ്ടായിരുന്നത്. കൽപ്പനകൾ കാരിരുമ്പിനെ പോലും തകർക്കുന്ന അനുസരണമാണെന്നുള്ളത്. ഇന്നൊക്കെ പൊയ്ക്കളയുന്ന മക്കളുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ പണ്ടൊക്കെ പലരും തന്നെ പൊയ്ക്കളയും. അതെന്തുകൊണ്ടാണെന്നറിയോ? അനുസരണക്കേടുകൊണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ശിക്ഷണം സഹിക്കവയ്യാതെ അവർ തർക്കുത്തരമായി പറയുമ്പോൾ അല്ലെങ്കിൽ എതിർത്ത് പറയുമ്പോൾ, തൻ്റെ ഇടം കാണിക്കുമ്പോൾ അവര് ആ വീട്ടിൽ നിന്ന് പുറത്താവുകയും അവര് തങ്ങളുടെ പിതാവിനോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നല്ലോ, ബ്രദേഴ്സിനോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നല്ലോ, അമ്മയോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നല്ലോ എന്ന് കരുതി പൊയ്ക്കളയുകയാണ്. പിന്നെ അവർ വന്നെങ്കിലായി, വന്നില്ല ചിലർ നന്നായി വരും. ചില പണ്ടത്തെ സിനിമകളിലെ കാണാറില്ലേ, പൊയ്ക്കളയും തിരിച്ചു വരുന്നത് വലിയ സംഭവമായിട്ടൊക്കെ വരുന്നത്. കാര്യം ഇവിടുന്ന് ഒന്നുമില്ലാതെ പോയ ആള് തിരികെ വരുമ്പോൾ ബെൻസുകാരനും അല്ലേ മേഴ്സിഡസിനൊക്കെ വരുന്ന ആ ഒരു സ്ഥലങ്ങളാണ് നമ്മുടെ എതിരി കാണിക്കുന്നത്, സിനിമയിലൊക്കെ കാണിക്കുന്നത്. ഓക്കെ, അന്തസ്സുള്ള കുടുംബങ്ങളിലുള്ളവർ മറ്റാരുടെയും കീഴിൽ ജോലി ചെയ്യില്ല എന്നൊരു ധാരണ അന്നുണ്ട്. തങ്ങളുടെ കാശിട്ട് കൊണ്ടുള്ള ബിസിനസ് ചെയ്യൂ
എന്ന് ശഠിച്ചിരുന്ന പിതാവിന്റെ അനുസരണയുള്ള മോനായിരുന്നു അപ്പച്ചൻ. സ്വന്തം പിതാവിനോട് മറുപടി പറയുന്നതും നേരെ നോക്കുന്നത് പോലും തർക്കുത്തരങ്ങളും കുരുത്തക്കേടുകളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് അവരോട് സംസാരിക്കാൻ നേരെ നോക്കാൻ പേടിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. ഒരു കൈ മാത്രമേ അടിക്കൂ, മറ്റേ കൈയുടെ ശബ്ദം കേട്ടാൽ താൻ തോന്നി. അതായത് അവര് ഒരു കൈ വെച്ചടിക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും കൂടി ചേരുമ്പോൾ അത് കൈകൊട്ടുന്ന ശബ്ദമായി. അവർ ശബ്ദം വരാൻ പാടില്ല, ഒരു ശബ്ദമേ പാടുള്ളൂ, ഇരു ശബ്ദം പാടില്ല. അതെ, പിതാവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മകനായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കളിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു, തികച്ചും വ്യത്യസ്തം. മക്കളോട് നേരെ നോക്കി സംസാരിക്കാത്ത, നേരം പോക്കുകളോ തമാശകളോ ഒരു ചിരി പോലും പുറമേ കാണിക്കാത്ത ലോല ഹൃദയനായിരുന്നു അപ്പച്ചൻ. മക്കളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടെന്നറിഞ്ഞാൽ ആ വേദനയെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് മുഖത്ത് ദേഷ്യം വരുത്തി അതിന് ശിക്ഷിക്കുന്ന, നമ്മുടെ ചെവി നിറയെ വഴക്കുകളും കണ്ണിൽ നിന്ന് പൊടിയുന്ന കണ്ണീർ കണങ്ങളെ നമ്മളെ കാണിക്കാതിരിക്കാൻ വേണ്ടി അപ്പച്ചൻ എന്ത് ചെയ്യും? ശരീരത്തിൽ ചൂരലിന്റെ ചോരപ്പാടുകൾ തീർക്കുന്ന ലോല ഹൃദയനായിരുന്നു അപ്പച്ചൻ. അതായിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ. അത് കാലഘട്ടത്തിൻ്റെതാണ്. ചിലതെല്ലാം ഞങ്ങളിലും അവശേഷിക്കും. ആ ജീനുകൾ തന്നെയല്ലേ ഞങ്ങളിലും ഉള്ളത്. എങ്കിലും അപ്പച്ചനെ പറ്റി പറഞ്ഞുകൊള്ളട്ടെ. ആദർശങ്ങളുടെ കാവൽക്കാരനായിരുന്നു. സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്കായിരുന്നു ജീവിതത്തിൽ അദ്ദേഹം സ്ഥാനം നൽകിയിരുന്നത്. ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നില്ല, എല്ലാം കാണിച്ചു തരികയായിരുന്നു സ്വന്തം പ്രവർത്തികളിലൂടെ. ഒന്നും പഠിപ്പിച്ചു തന്നില്ല, ഒരു പാഠപുസ്തകമായി മാറുകയായിരുന്നു. വിശേഷങ്ങളൊന്നും ഞങ്ങളുമായി പങ്കുവച്ചിരുന്നില്ല, എന്നാൽ എന്നും ഞങ്ങൾക്ക് പകർന്നു നൽകാനുള്ള സുവിശേഷമായി, അതായത് ജീവിക്കുന്ന സുവിശേഷമായി തീരുകയായിരുന്നു അദ്ദേഹം. ഒരനാവശ്യ വാക്കും പറയാറില്ലായിരുന്നു. അത് ഞങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നന്മയുടെ നാവുകളുള്ളവരാക്കി തീർത്തു. അപ്പച്ചൻ വളരെ വിരളമായി ചിരിക്കുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നണം. അപ്പച്ചൻ പൊട്ടിച്ചിരിക്കുന്നത്, ഉറക്കെ ചിരിക്കുന്നത്, തമാശ പറയുന്നത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അനുഭവിക്കാനായില്ല. കുഞ്ഞുകാലം മുതലായാലും വലുതാകുമ്പോഴായാലും എല്ലാം അദ്ദേഹം മനസ്സിലെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കുകയായിരുന്നു. തൻ്റെ വേദനകളെ ഒരിക്കലും പുറത്തറിയിക്കാറില്ല. എല്ലാം ആ ഹൃദയമാകുന്ന നെരിപ്പോടിലിട്ട് ചാരമാക്കി തീർക്കുകയായിരുന്നു. ഞങ്ങൾക്കും ഷെയർ ചെയ്യാതെ, അമ്മച്ചിക്കും ഷെയർ ചെയ്യാതെ. ആ ചാരത്തിന്റെ ഒരു പൊടി പോലും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളെ കാണിച്ചില്ല. ആ സഹനത്തിന്റെ ഉദാത്ത മാതൃക. ഞങ്ങൾ വീഴുമ്പോൾ, മുറിവേൽക്കുമ്പോൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തില്ല, പകരം വീണ്ടും വേദനിപ്പിച്ചു. കൈകളാലും വടിയാലും, പിച്ചായാലും അല്ലെങ്കിൽ വടികൊണ്ട് അടിച്ചാലും. ഞങ്ങൾ വീഴുമ്പോൾ, മുറിവേൽക്കുമ്പോൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തില്ല, പകരം വീണ്ടും വേദനിപ്പിക്കുകയായിരുന്നു. കൈകളിലും വടികളിലും, പിച്ചായിട്ടും തല്ലായിട്ടും ഒക്കെ. ആ മനസ്സിന്റെ വിങ്ങിലും വിതുമ്പലുകളുമായിരുന്നു അതെന്ന് കാലം എന്നെ തെളിയിച്ചു. ഒരിക്കലും പരാതികൾ പറഞ്ഞതായി കേട്ടിട്ടില്ല. അമ്മച്ചിയോട് പോലും കറികൾക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒരു കുറ്റവും അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്നത്തെ കാലത്തേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം പരിഭവങ്ങളില്ല, പരിദേവനങ്ങളില്ല, പരദൂഷണവുമില്ല, അസൂയയും ഇല്ല ആരോടും. ഇങ്ങനെ ഒരപ്പനെ ഞങ്ങൾക്കായി നൽകിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ അഭിമാനമായി അപ്പച്ചൻ, ബന്ധുക്കളുടെയും അഭിമാനമായി. ഞങ്ങൾക്ക് മാത്രമേ അപ്പച്ചൻ ഈ ശിക്ഷണത്തിന്റെ പര്യായമായി മാറിയുള്ളൂ. അന്നത്തെ മനസ്സിൽ ക്രൂരതയുടെ പര്യായം എന്നൊക്കെ പറയാമായിരുന്നു. ആ ഒരു തലത്തേക്ക് മാറിയുള്ളൂ. അപ്പച്ചൻ ദുശീലങ്ങൾക്ക് അതിർവരമ്പുകൾ സ്വയം നിശ്ചയിച്ചത് കൊണ്ടാവാം
സ്നേഹിതർ വളരെ കുറവായിരുന്നു. വിരലിൽ എണ്ണാവുന്നവർ പോലും ഉണ്ടോ എന്ന് അറിയില്ല. അത് ഞങ്ങൾക്ക് നല്ല സ്നേഹിതരെ തിരഞ്ഞെടുക്കാനുള്ള മാർഗരേഖയായി മാറി. അതുപോലെ ദുശീലങ്ങൾക്ക് പുറം തിരിയാനും അതൊരു പ്രചോദനമായി. അതിനെതിരെ പടപൊരുതാനും പ്രാപ്തരാക്കി, പര്യാപ്തരാക്കി. എല്ലാവരുടെയും മുന്നിൽ കാഴ്ചവസ്തുക്കളാക്കിയില്ല ഞങ്ങളെ. എങ്കിലും എല്ലാവരും ഞങ്ങളെ അറിഞ്ഞു. അത് തോട്ടേക്കാട്ടെ തോമാച്ചന്റെ മക്കളാണ്. അതിലുണ്ടായിരുന്നു സകല നന്മകളും, അതിലുണ്ടായിരുന്നു സ്നേഹവും ബഹുമാനവും. ഒരു സഹായത്തിനും ആരുടെയും നേരെ അദ്ദേഹം കൈ നീട്ടിയിട്ടില്ല. സഹായിക്കുന്നതോ ഇരുചെവി അറിയാതെയായിരുന്നു ഓരോരുത്തരും സഹായിച്ചത്. അത് ഞങ്ങളിലേക്കും കാലം പകർന്നു. സ്നേഹം പങ്കുവച്ചില്ല അപ്പച്ചൻ, പകരം പകർന്നു. കാണിച്ചു തന്നില്ല, അത് അനുഭവിപ്പിച്ചു. എല്ലാം കാലമാണ് ഞങ്ങളെ അറിയിച്ചതും അനുഭവിപ്പിച്ചതും. ഇന്നും അതെല്ലാം ഞങ്ങളിൽ നിറഞ്ഞു. ഞാൻ കാണാതെ പോയ പാഠപുസ്തകവും പഠിക്കാതെ പോയ പാഠവും റെഫർ ചെയ്യാതെ പോയ റെഫറൻസുമാണ് എൻ്റെ അപ്പച്ചൻ. കാരണം അദ്ദേഹം അനുവർത്തിച്ചിരുന്ന മുൻ തലമുറയുടെ കർക്കശ നിലപാടുകളും ശിക്ഷണ രീതികളും ആകാം അങ്ങനെയൊക്കെ ആയത്. മറവിയുടെ അല്ല, ഓർമ്മയുടെ ആഴങ്ങളിൽ നിന്നും കോരിയെടുത്ത ധാരാളം മുത്തുക്കളിൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്കും തരട്ടെ. ഒരിക്കൽ എൻ്റെ മുന്നിൽ കൂടി അപ്പച്ചൻ പോവുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചല്ല പോകാറുള്ളത്. അപ്പച്ചനും അമ്മച്ചും കൂടി ഒരു യാത്ര പോവുകയാണെങ്കിൽ അപ്പച്ചൻ മുന്നിലും അമ്മച്ചി പിന്നിലുമായിട്ടാണ് പോകുന്നത്. ഒരു 10-15 അടി പിന്നിലായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യില്ല, നടന്നും പോകാറില്ല. അതെന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുപോലെ ഞങ്ങളെ കൊണ്ടുപോകുമ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് അപ്പച്ചൻ്റെ ഒപ്പമല്ല, അപ്പച്ചൻ നടന്നു പോകുമ്പോൾ കുറെ പുറകിലാണ്. എന്നെ എടുത്തതായിട്ടുള്ള ഓർമ്മ പോലുമില്ല. ഒരിക്കലൊരു പനി വന്നപ്പോഴാണ് എന്നെ എടുത്തിട്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നത്, കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരികയാണ്. അപ്പൊ എൻ്റെ മുന്നിൽ അപ്പച്ചൻ നടന്നു പോകുന്നുണ്ട്. കുറച്ച് നടന്നപ്പോൾ അപ്പച്ചൻ എന്തോ കുനിഞ്ഞെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കരുതി അതെന്താണ് എന്നത്. നോക്കിയിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പച്ചൻ എന്ത് ചെയ്തു, ആ സാധനം കൊണ്ടുപോയി അവിടെ ഒരു പാലമരമുണ്ട്, അതായത് വേസ്റ്റുകളും കുപ്പിച്ചില്ലുകളും. അന്നൊക്കെ പാലമരത്തിന്റെ ചുവട്ടിലാണ് കുപ്പിച്ചില്ലുകളും കമ്പികളും ആണികളും എല്ലാം വേസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ കളയാറുള്ളത്. അതെന്തോ ഒരു വിശ്വാസമാണ്. കാര്യം ആ ഒരു തലത്തിൽ പാലയെ കാണുന്നത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ആ പാലമര ചോട്ടിൽ കൊണ്ടിട്ടു. ഞാൻ അപ്പച്ചൻ പോയി കഴിഞ്ഞിട്ട് പിന്നാലെ ചെന്നിട്ട് ആ സാധനം നോക്കി. അപ്പൊ ഒരു ആണിയാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇതെന്താണ് അപ്പച്ചൻ ഇങ്ങനെ ചെയ്യുന്നത്? ആന കൊണ്ടുപോയി ഈ വഴിക്കാണെങ്കിൽ നമ്മളൊന്നും നടക്കാറില്ല. നമ്മളാണെങ്കിൽ ചെരുപ്പിട്ടാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് ചെരുപ്പിടാത്തവരാണ് ഭൂരിഭാഗവും. ഞങ്ങൾ ചെരുപ്പിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കാലിൽ കയറില്ല. പിന്നെ വാഹനങ്ങളൊന്നും നമ്മൾക്കില്ല, സൈക്കിൾ പോലും ഇല്ല സൈക്കിളിൽ കയറാനായിട്ട്. അപ്പൊ ആ ആണി ഞാനത് കണ്ടു. ഞാൻ പതിയെ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. തിരികെ യാത്രയൊക്കെ തിരിച്ചെത്തിയപ്പോ അമ്മച്ചിയെ സ്വകാര്യമായിട്ട് കണ്ടു പറഞ്ഞു, ദേ അമ്മച്ചി ഇത് കണ്ടോ ആണി? ആ ആണി, തുരുമ്പെടുത്ത ആണി. ഈ ആണി അപ്പച്ചനെടുത്ത് റോഡിൽ കിടക്കുന്ന ആണിയായിരുന്നു. അത് അവിടെ കിടന്നുകൊണ്ട് നമ്മൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ പറഞ്ഞു തരികയാണ് അമ്മച്ചി, അപ്പച്ചൻ ഇങ്ങനെയാണ് മകനെ, അത് മറ്റുള്ളവരുടെ കാലിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചൻ എടുത്തു വെക്കുന്നത്. നമ്മുടെ കാലിൽ കൊള്ളുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാലിൽ കൊള്ളുന്നത്. അമ്മച്ചി ഈ ഉത്തരം പറഞ്ഞപ്പോൾ, മറ്റുള്ളവരുടെ കാലിൽ കൊള്ളാതിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ആ ചിരിക്ക് ഒരുപാട് മോശമായ അർത്ഥങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ശിക്ഷണമൊക്കെ കിട്ടുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പച്ചൻ ചെയ്തത് വിഡിത്തമാണെന്ന് കരുതി ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. അതൊരു ആണിയായിരുന്നെന്നും അത് ആരുടെയെങ്കിലും കാലിലോ വാഹനങ്ങളിലോ കയറുമെന്ന് കരുതിയാണ് അപ്പച്ചൻ കൊടുത്തതെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ കരുതിയത് ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ചെരുപ്പുണ്ട്, വാഹനങ്ങളും ഇല്ല, പിന്നെന്തിനെന്നായിരുന്നു എന്റെ ചിന്തകള്. സാധാരണ അപ്പച്ചൻ ചെയ്യുന്നത് ആയിരുന്നു ഈ ഒരു കാര്യം. എവിടെയും മുള്ളോ കമ്പിയോ രാണിയോ കുപ്പിച്ചില്ലോ എന്ത് വഴിയിൽ കണ്ടാലും അപ്പച്ചൻ അത് എടുത്ത് മാറ്റിയ ശേഷം അത് സേഫ്റ്റി ആയിട്ട് ആരുടെയും കാലിൽ കൊള്ളാതെ
ഇടുന്ന രീതിയിലായതിനു ശേഷം മാത്രമേ അദ്ദേഹം ആ വഴി കടന്നു പോകാറുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യം കാണുന്നതെങ്കിലും മറ്റൊരാളും അറിയാതെ ആ സഹായം കിട്ടുന്ന വ്യക്തി പോലും അറിയാതെയുള്ള സഹായം ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അപ്പച്ചന് അനുഭവിക്കുന്ന സന്തോഷം എത്രയധികം ആയിരുന്നെന്ന് എനിക്ക് അനുഭവിക്കാനായത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. എൻ്റെ പിതാവ് ചെയ്യുന്നത് ശരിയല്ലെന്ന് കരുതിയിരുന്നത് ശരിയാണെന്ന് കാലം പറയുമ്പോൾ നാം ചെയ്തു വരുന്നത് ശരിയല്ലെന്ന് പറയാൻ നമ്മുടെ പിന്നിലും ഉണ്ടാകും നമ്മുടെ മക്കൾ. അന്നത്തെ എന്നെ പോലെ എൻ്റെ മക്കളും. അതെ, എൻ്റെ മക്കളും ഒരുപക്ഷെ അടക്കി പിടിച്ച് ചിരിക്കുന്നുണ്ടാവും, ഈ പപ്പ എന്ത് വിഡിത്തമാണ് ചെയ്യുന്നതെന്ന്. മറ്റുള്ളവർക്ക് കൊണ്ടാൽ നമ്മൾക്കെന്ത്? മറ്റുള്ളവരുടെ വേദന നമ്മുടേതാകണം. അതാണ് സഹനം. സഹനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനകൾ നാം ഏറ്റെടുക്കുന്നതിനെയാണ് സഹനം എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം വേദനകൾ ഏറ്റെടുക്കുന്നതിനല്ല, നമ്മുടെ സ്വന്തം പീഡനങ്ങൾ ഏറ്റെടുക്കുന്നതിനല്ല, മറ്റുള്ളവരുടെ വേദനകളും വിഷമതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കുമ്പോഴാണ് അത് സഹനം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മക്കളൊരിക്കലും അത് വിഡിത്തം എന്ന് പറയുന്നില്ല, അത് പ്രൈസ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് നല്ലൊരു കാര്യമാണ്. അവരും അത് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അവരും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആ ഒരു തലത്തില്, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ആ ഒരു രീതിയിൽ, ആ ഒരു ചിന്താഗതി അപ്പച്ചനിലൂടെ പകർന്നു കിട്ടിയ, എന്നിലൂടെ പകർന്നു കൊടുക്കുന്ന ആ ഒരു ചിന്തയും മനസ്സുമാണ് അവർക്ക് ദൈവം നൽകിയിട്ടുള്ളത്. അവരുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടേത് കൂടിയാകണം. അപ്പോഴാണ് കരുണയാകുന്നത്. അവരെ കഴിയും വിധം സഹായിക്കുമ്പോൾ അവിടെ സ്നേഹമുണ്ടാവും. സഹനം എന്താണ്? മറ്റുള്ളവരുടെ വേദന നാം ഏറ്റെടുക്കുമ്പോൾ അത് സഹനമാകും. മറ്റുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളുടെ കൂടിയതാകുമ്പോൾ അത് കരുണയാകും. അവരെ കഴിയും വിധം സഹായിക്കുമ്പോൾ അവിടെ സ്നേഹമുണ്ടാവും. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ, അതായത് സഹനവും കരുണയും സ്നേഹവും ഉണ്ടെങ്കിൽ മറ്റുള്ള നന്മകൾ താനെ വന്നു ചേരും. കാരണം ഇവയുണ്ടെങ്കിലേ അവയുള്ളൂ. ഇതൊരു പാക്കേജാണ്. ഇതൊന്നും ഇല്ലാത്തതിന് പറയുന്നത് അഭിനയം എന്ന് തന്നെയാണ്. മറ്റുള്ളവർ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സഹായമായി ഞാൻ കരുതാറുണ്ട്, കാണാറുണ്ട്. കാരണം സഹജീവികളുള്ള അലിവിന്റെ പിശാചുക്കൾക്ക് പുഞ്ചിരിക്കാനാവില്ല എന്നാണ് അമ്മച്ചി പണ്ട് മുതൽ പറഞ്ഞിട്ടുള്ളത്. അത് മാലാഖമാർക്കേ പറ്റൂ, മാലാഖമാർക്കേ പുഞ്ചിരിക്കാൻ കഴിയൂ. മാലാഖമാരാകാൻ തൂവുള്ള വസ്ത്രം വേണമെന്നില്ല, ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. ഭൂമി സ്വർഗമാക്കാനും നമ്മൾക്ക് സ്വർഗത്തിലെ മാലാഖമാരാകാനും. നിർബന്ധങ്ങളില്ലാതെ സ്നേഹിക്കാം, നിബന്ധനകൾ നിർബന്ധങ്ങൾ വയ്ക്കാതെ സഹായിക്കാം. അമ്മച്ചി വറ്റാത്ത സ്നേഹത്തിന്റെ നാളമായിരുന്നെങ്കിൽ അപ്പച്ചൻ എണ്ണയായിരുന്നു. 9 തിരിയിട്ട ഞങ്ങളുടെ തോട്ടേക്കാട്ട് കുടുംബമാകുന്ന വിളക്കിന്റെ എണ്ണ കത്തിത്തീർന്നിട്ട് ഈ ഏപ്രിൽ 15 ആവുമ്പോൾ 28 വർഷങ്ങളാവുകയാണ്. ഇന്ന് അപ്പച്ചൻ ദൈവസന്നിധിയിലാണ്. ഞങ്ങൾക്കായുള്ള കാത്തിരിപ്പെടുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ പൂർവികരെ കണ്ടെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് 28 വർഷങ്ങളായിട്ട് അപ്പനോടും അപ്പൂപ്പനോടും അമ്മച്ചിയോടും എല്ലാവരോടും ചേർന്ന് കൊണ്ട് ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് മറ്റൊന്നുമല്ല, 15-ാം തീയതിയാണ് വരാനിരുന്നത്. അന്ന് വിഷുവാണ്, എല്ലാവരും സന്തോഷത്തിലല്ലേ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ വേർപാടിൻ്റെ കാര്യം നിങ്ങളിലേക്ക് പകർന്നു തരണ്ടല്ലോ എന്ന് കരുതി തന്നെയാണ് ഞാനത് ചെയ്യാറുള്ളത്. 9 മക്കളുടെയും 8 മരുമക്കളുടെയും 35 പേരക്കിടാങ്ങളുടെയും 27 പാട്ടക്കിടാങ്ങളുടെയും കണ്ണീർ പൂക്കൾ സമർപ്പിക്കുകയാണ്. അവരുടെ
മാർഗദർശിയായ അപ്പച്ചന്റെ സൗദത്തിൽ പ്രാർത്ഥനയോടെ എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഞങ്ങളുടെ അപ്പച്ചന്റെ സമർപ്പണമാണ്. ഇത് ഒരു വീഡിയോ ആക്കി തന്നതിൽ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. എൻ്റെ അപ്പച്ചനെ മറ്റുള്ളവർക്ക് നൽകുന്ന മറ്റൊന്നുമല്ല. ഇതിലൂടെ നമ്മുടെ അപ്പന്മാരെ, നമ്മുടെ അച്ഛന്മാരെ, നമ്മളുടെ ഫാദറിനെ, നമ്മളുടെ പിതാക്കന്മാരെ, നമ്മളുടെ ഡാഡിമാരെയൊക്കെ ഓർമ്മിക്കാനാണ്. ഇന്നവരെ സ്നേഹം വാരിത്തരികയാണ്. അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അമ്മ 9 മാസമാണ് നമ്മളെ അദ്ദേഹത്തിന്റെ ഉദരത്തിൽ സംവഹിച്ചെങ്കിൽ ആ അപ്പനും സംവഹിച്ചു തന്റെ തലച്ചോറിൽ. ആ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായ കാലം മുതൽ അദ്ദേഹം തന്റെ തലച്ചോറിൽ ആ കുഞ്ഞിനെ സംവഹിക്കുകയായിരുന്നു. ഒരു പിതാവെന്ന് പറഞ്ഞാൽ ഒരു മാതാവിനൊപ്പം ആവില്ല. ഒരു മാതാവെന്ന് പറഞ്ഞാൽ ഒരു പിതാവിനൊപ്പം ആവില്ല. സംരക്ഷണമാണ് പിതാവെന്ന് പറഞ്ഞാൽ. നമ്മുടെ വീട്ടിലേക്ക് രാത്രി എത്തപ്പെടുന്ന ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ച് ചോര നീരാക്കി വിയർപ്പാക്കി കഴിയുന്ന അദ്ദേഹം രാത്രിയിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മളുടെ അമ്മച്ചിമാർക്ക് കിട്ടുന്ന സന്തോഷം എന്താ? സംരക്ഷണത്തിൻ്റെയാണ്, അല്ലേ? ആ സാമീപ്യത്തിൻ്റെയാണ്, ആ സ്നേഹത്തിൻ്റെതാണ്, ആ വാത്സല്യത്തിൻ്റെതാണ്. ഏവർക്കും നമ്മുടെ അപ്പച്ചന്മാരെ സ്നേഹിക്കട്ടെ. തെരുവിൽ അയക്കാതെ ചേർത്ത് പിടിക്കണം അപ്പച്ചന്മാരെ. രണ്ടുപേരെയും വേറിടരുത്. ഒന്നിച്ച് അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ചേർത്ത് വെക്കണം ഹൃദയത്തോട്. ഏവർക്കും വീണ്ടും നന്ദി. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കട്ടെ. ന്യൂജൻ മാതാപിതാക്കളായാലും ഓൾഡ് ജൻ മാതാപിതാക്കളായാലും. മരണമടഞ്ഞവരാണെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും പ്രത്യേകം എടുത്തിട്ടാണ്. മരിച്ച എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പേരെടുത്തിട്ടാണ്, അവരുടെ സ്ഥാനമെടുത്തിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകട്ടെ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.